ഐ വിൽ ഗോ, ഐ വിൽ ബി ഗോയിങ് ഒരേ അർത്ഥമാണോ? ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ്. ഐ വിൽ ഗോ എന്ന് പറയുന്ന സമയത്ത് അത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അല്ല നമ്മൾ എന്തെങ്കിലും പ്രോമിസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, അതുമല്ലെങ്കിൽ നമ്മുടെ ഉദ്ദേശത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗോ ടുമോറോ, ഞാൻ നാളെ പോകും. ഐ വിൽ ഗോ ടുമോറോ. അതുപോലെ ഡോണ്ട് വറി, ഐ വിൽ ടോക്ക് ടു ഹിം, വിഷമിക്കണ്ട, ഞാൻ അവരോട് സംസാരിക്കാം. എന്നാൽ ഐ വിൽ ബി ഗോയിങ് എന്ന് പറയുന്ന സമയത്ത് അത് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണ്. പ്ലാൻഡ് ആയിട്ടുള്ള, നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു പെർട്ടിക്കുലർ സമയത്ത് ഒരു കാര്യം നടക്കുന്നുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ബി ഗോയിങ് ടുമോറോ മോർണിംഗ്, ഞാൻ നാളെ രാവിലെ പോകുന്നതായിരിക്കും. അത് പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ ഐ വിൽ ബി ഗോയിങ് ടു കൊച്ചി നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നതായിരിക്കും. വേറൊരു എക്സാമ്പിൾ, അറ്റ് 8 o'clock ഐ വിൽ ബി ഗോയിങ് ടു ദ ജിം, 8 മണിക്ക് ഞാൻ ജിമ്മിലേക്ക് പോകുന്നതായിരിക്കും. അപ്പൊ 8 മണി എന്ന് പറയുന്ന ആ സമയത്ത് ഞാൻ ആ കാര്യം ചെയ്യുന്നുണ്ടാവും എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അത് സംസാരിച്ചുകൊണ്ട് തന്നെ പഠിക്കണം. യെസ്, പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. പ്ലീസ് കോൺടാക്ട് us for more details.